ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കൃത്യസമയത്ത് അറിഞ്ഞില്ല എന്ന കാരണത്താൽ ഒരുപാട് പേരുടെ മെഡിക്കൽ അതേപോലെ മെഡിക്കൽ അലൈഡ് സ്വപ്നം കേരളത്തിൽ നടക്കാതെ പോയിട്ടുണ്ട്. അതെല്ലാ പ്രാവശ്യം കുറേ പേര് അറിയാതെ പോവുകയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് കോളേജ് റൂം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ മെഡിക്കൽ അലൈഡ് റാങ്ക് ലിസ്റ്റിലൊക്കെ നമ്മുടെ പേര് വരണമെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതുകയും വേണം, കേരളത്തിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുകയും വേണം അല്ലേ. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ സമയത്തിനകത്ത് ഈ മാർക്ക്, നമ്മുടെ നീറ്റിൽ ലഭിച്ച മാർക്ക് കീമിൻ്റെ പോർട്ടലിലേക്ക് കൺഫേം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അത് കീമിൻ്റെ ആ പോർട്ടൽ അതിന് സജ്ജമാവുന്ന സമയമുണ്ട്. അപ്പോൾ ഈ വർഷത്തെ അത്തരത്തിൽ ആ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വരുന്ന 10-ാം തീയതി, ഓഗസ്റ്റ് 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഇതിന് സമയമുള്ളത്. കേവലം 5 മിനിറ്റിൻ്റെ ഒരു പരിപാടിയേ ഉള്ളൂ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്ററിൽ പോയിട്ട് പോലും ചെയ്യാം. അത്രയും ചെറിയൊരു കാര്യമുള്ളൂ. അതിനകത്ത് നടക്കുന്നത് ഇതാണ്: നമുക്ക് നീറ്റിൻ്റെ മാർക്ക്, ആ റാങ്ക് കേരളത്തിൻ്റെ പോർട്ടലിലേക്ക് നിങ്ങൾ കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ അപേക്ഷിച്ച ആളുകൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോർട്ടലിൽ നീറ്റ് മാർക്ക് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നീറ്റിൻ്റെ റോൾ നമ്പറും അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതെല്ലാം നീറ്റ് സ്കോർ കാർഡിലുണ്ട്. ആ നീറ്റ് സ്കോർ കാർഡ് കൈവച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് തന്നെ നിങ്ങളുടെ വ്യൂ റിസൾട്ട് കാണാം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഈ വർഷത്തെ 2026 നീറ്റ് റാങ്കും മാർക്കും പേഴ്സൻറ്റേജ് സഹിതം അതിനകത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം അതിൽ പച്ച ബട്ടണുണ്ട് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ. മാർക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അല്ലാന്ന് കൊടുക്കാം. പക്ഷേ തീർച്ചയായിട്ടും അത് ശരിയായിട്ടേ വരുള്ളൂ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിഷൻ ഒരു പ്രിൻറ്റും കിട്ടും. അത് നിങ്ങളൊരു PDF ആയിട്ട് മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ സേവ് ചെയ്ത് വയ്ക്കാം. പ്രിൻ്റ് എടുത്ത് വയ്ക്കണം നിർബന്ധമില്ല. പിന്നീട് ഏതെങ്കിലും പ്രിൻ്റർ ഷോപ്പിലേക്ക് പോകുമ്പോൾ അത് പ്രിൻ്റ് ചെയ്തെടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഇത് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പേര് കേരള മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് കേരളത്തിലെ പ്രവേശനത്തിന് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾ അറിയുന്ന എല്ലാ ഗ്രൂപ്പിലേക്കും, കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു, ഈ കാര്യം ചെയ്തില്ല എന്ന കാരണത്താൽ ഒരുപാട് നിർഭാഗ്യ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, അറിയാതെ പോയത് കൊണ്ട് മാത്രം. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ സ്ഥിരമായിട്ട് ലഭിക്കാൻ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നൽകുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഈ പേജും ഫോളോ ചെയ്ത് വയ്ക്കാം. ഓക്കെ, സീ ബെസ്റ്റ് വിഷസ്.